നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂക്കുത്തല GLP സ്കൂളിലെ കെട്ടിടങ്ങളും ചുമരുകളും കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അത്ര കണ്ട് മനോഹരമായിരിക്കുന്നു. കെട്ടിടങ്ങളിലെല്ലാം ഭംഗിയുള്ള പെയിൻ്റ് അടിച്ചു. ചുമരുകളിൽ ഏവരെയും ആകർഷിക്കുന്ന ചിത്രങ്ങളൊരുക്കി. ആരും കണ്ടാൽ ഒന്ന് നോക്കിപ്പോവും. അത്രമേൽ സുന്ദരമാണ് ഈ വിദ്യാലയം. ഇൻഡിഗോ പെയിൻസിൻ്റെ സേവാ ഉത്സവിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിലെ കെട്ടിടങ്ങളിലെല്ലാം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയത്. കേരളത്തിൽ ഇതിനകം 100ഓളം സ്കൂളുകളിൽ ഇത്തരത്തിൽ പെയിൻറ്റിംഗ് പൂർത്തീകരിച്ചതായി മലപ്പുറം തൃശ്ശൂർ ഏരിയ സെയിൽസ് മാനേജർ KM അജിത്ത് പറഞ്ഞു. ഏകദേശം 100-ൽ താഴെ സ്കൂളുകൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്കൂളാണ് നമ്മുടെ മൂക്കുതല ഗവൺമെൻറ് LP സ്കൂള്. ഇത് ഇൻഡിഗോ പെയിൻസ് മാത്രമല്ല, ഇവിടെയുള്ള ഒരു പറ്റം സുഹൃത്തുക്കളും അതേപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡീലറായ പെയിൻമാർട്ടും കൂടി സഹകരിച്ച് ഇവിടുത്തെ PTA സ്റ്റാഫ്, ഇവിടുത്തെ കുട്ടികൾ, അങ്ങനെ എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ ചെറിയ ഗെയിംസ്, അവർക്കുള്ള ചെറിയ ഗിഫ്റ്റ്, ചെറിയ ഡ്രോയിങ്, അങ്ങനെ കോമ്പറ്റീഷൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു പെയിന്റ് കമ്പനി ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ കോൺട്രാക്ടേഴ്സിന്റെ അണ്ടറിലുള്ള ഹെൽത്ത് ID കാർഡ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ വിതരണം ചെയ്യുന്നുണ്ട്. അത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു പെയിന്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡിഗോ പെയിൻസിന്റെ ഈ ഒരു സഹകരണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഈ ഒരു വേളയിൽ നന്ദി കൂടി അറിയിക്കുകയാണ്. സാധാരണ നമ്മൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട കോൺട്രാക്ടേഴ്സിനെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടി അവരായിട്ട് സംസാരിച്ച് അവരുടെ അണ്ടറിലുള്ള തൊഴിലാളികൾ എല്ലാവരും കൂടിയാണ് ഒരു സ്കൂൾ നമ്മൾ പെയിന്റ് ചെയ്യാറുള്ളത്. ഇവിടെ അത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം 40ഓളം പെയിന്റർ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഏകദേശം അവരെല്ലാവരും വന്ന് സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. എല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു ഉത്സവമാണ് സേവാ ഉത്സവം എന്നുള്ളത്. ഇത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം 100-ൽ താഴെയായി ഇവിടെ വെസ്റ്റ് കേരള അണ്ടറിലുള്ള ഏകദേശം 7-ാമത്തെയോ 8-ാമത്തെയോ ആണ് ഈ പരിപാടി നടക്കുന്നത്. നമസ്കാരം, ഞാൻ ഇൻഡിഗോ പെയിൻസിന്റെ സീനിയർ സെയിൽസ് ഓഫീസറാണ് റസ്വാൻ. ഇത് എൻ്റെ ടീമാണ്. ഇത് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പെയിന്റ് സുഹൃത്തുക്കളും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡീലറായിട്ടുള്ള പെയിന്റ് മാർട്ടിന്റെ ആളുമാണ്. നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് ഇൻഡിഗോയുടെ CSR ഫണ്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന സേവാ ഉത്സവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ഒരു സ്കൂൾ, അതായത് മൂക്കുതല ഗവൺമെന്റ് LP സ്കൂൾ പെയിന്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങി ഏകദേശം ഇതിന്റെ പരിപാടികളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 ഏപ്രിൽ 27 ഇന്ന് അവിസ്മരണീയമായൊരു ദിവസമായി മാറുകയാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ തന്നെ GLPS മൂക്കുതലയിലെ കുടുംബാംഗങ്ങളും ഇൻഡിഗോ പെയിന്റ്സിന്റെ കുടുംബാംഗങ്ങളും കൂടെ ഒത്തുചേർന്നപ്പോ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി മാറി ഈ ദിവസം. GLPS മൂക്കുതലയിൽ ഇന്നൊരു സേവാ ഉത്സവ് എന്ന് പറഞ്ഞാൽ സേവനം കൊണ്ട് ഉത്സവം തീർക്കുകയാണ്. നമുക്ക് സേവനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം എല്ലാവരുടെ മുഖത്തും പ്രകടമാണ്. കൊച്ചുകുട്ടികളുടെ, രക്ഷിതാക്കളുടെ, PTA ഭാരവാഹികളുടെ, ഇൻഡിഗോ പെയിൻസുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും കൂട്ടായ ഈ പരിശ്രമം വളരെ വലിയൊരു അത്ഭുതം തീർത്തിരിക്കുകയാണ് ഈ ദിവസത്തില്. മലപ്പുറം ജില്ലയിൽ ആദ്യത്തേതാണ് മൂക്കുത്തല GLP സ്കൂൾ. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. ചങ്ങരംകുളത്തെ പെയിന്റ് മാർട്ട്, പെയിന്റിംഗ് കോൺട്രാക്ടർമാർ, പെയിന്റിംഗ് തൊഴിലാളികൾ, മൂക്കുത്തല GLP സ്കൂളിലെ PTA ഭാരവാഹികൾ, അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. 40ഓളം തൊഴിലാളികളാണ് സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. മലപ്പുറം സീനിയർ സെയിൽസ് ഓഫീസർ റസ്വാൻ, പ്രധാന അധ്യാപിക ഗീത എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും നടന്നു.
തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം. സൺറൈസ് ഹോസ്പിറ്റൽ. കെയർ ബിയോണ്ട് ക്യൂർ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.